എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റു. ഞങ്ങൾക്ക് ഇന്നൊരു സ്ഥലം വരെ പോവാനുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ മുഴുവനും ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ കുറച്ച് ലോങ് ആണ്, എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. ആദ്യം തന്നെ അമ്മയും മോനും വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അതിനുശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ഞങ്ങളുടെ വീട് കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിൽ തൊട്ടടുത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ദൂരയാത്രകൾക്ക് ഞങ്ങൾ എപ്പോഴും ട്രെയിൻ തന്നെയാണ് ചൂസ് ചെയ്യാറ്. ഞങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞില്ലല്ലോ. കാസർഗോഡേക്കാണ് കേട്ടോ. വിവേകിന്റെ കസിന്റെ മോളുടെ 7ാം മാസത്തെ കൂട്ടിക്കൊണ്ടുവരുന്ന ചടങ്ങുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ട്രെയിൻ കുറച്ച് ലേറ്റ് ആണ് കേട്ടോ. എന്നാലും ഞങ്ങൾ നേരത്തെ തന്നെ സ്റ്റേഷനിൽ വന്നിരുന്നു. നല്ല രസമല്ലേ രാവിലെ ഇങ്ങനെ സ്റ്റേഷനിലൊക്കെ വന്നിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സും കൂടി വരുന്നുണ്ട് കേട്ടോ കാസർഗോഡേക്ക്. ട്രെയിനിന്റെ ടൈം ആകുമ്പോഴേക്കും എല്ലാവരും ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തു. സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടായിട്ടില്ല കേട്ടോ ട്രെയിനിൽ. ഞങ്ങൾക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്നിച്ചിങ്ങനെ യാത്ര ചെയ്തത് നല്ല രസമാണ്. ഒരു 1.5 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്തിട്ടോ. ഇത് കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനാണ്. പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ട് വളരെ പതുക്കെയാണ് കേട്ടാ എത്തിയത്. സ്റ്റേഷനിൽ വെച്ചിട്ട് ഞങ്ങളുടെ വേറൊരു കസിനും കുട്ടികളും ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തുട്ടാ. ഇനി ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് കസിന്റെ വീട്ടിലേക്ക് പോകുന്നത്. സാധാരണ ഞങ്ങൾ വരുമ്പോൾ ആരെങ്കിലായിട്ട് കൂട്ടാൻ വരത്തുണ്ടേ. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ബസ്സിന് പോവാന്ന് തീരുമാനിച്ചു. സ്റ്റേഷനടുത്തുള്ള ഒരു ബേക്കറിയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിട്ടോ. ഞങ്ങൾ കണ്ണൂരുകാരെങ്ങനെയാണ് ഏടത്തേക്കെങ്കിലും വിരുന്ന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതാറുണ്ട്. ഈ കാണുന്നത് പാലക്കുന്ന് ഭഗവതി ക്ഷേത്രമാണ്. റെയിൽവേ സ്റ്റേഷന് തൊട്ട് ഓപ്പോസിറ്റ് ആണ് കേട്ടോ ഇത്. ബസ് പെട്ടെന്ന് തന്നെ കിട്ടി. എല്ലാവർക്കും സീറ്റും ഉണ്ടായിരുന്നു. ഇനി ഒരു 5-10 മിനിറ്റിന്റെ ദൂരേ ഉള്ളൂ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്ഥലത്തേക്ക് എത്താൻ. മാങ്ങാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങൾ ബസ് ഇറങ്ങിയത്. ഇനി ഞങ്ങൾക്ക് പോകാനുള്ളത് ബാര അംബാപുരത്തേക്കാണ് കേട്ടോ. കാസർഗോഡുള്ള സ്ഥലപ്പേരുകൾ കേൾക്കാൻ നല്ല രസമാണ്. ശരിക്കു പറഞ്ഞാൽ നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ ഇനി. പക്ഷെ എന്നാലും രാവിലെ തന്നെ നടന്ന് ക്ഷണിക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ ഓട്ടോ പിടിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കസിന്റെ വീട്. എല്ലാവരും ഒരുപാട് കാലത്തിന് ശേഷമാണ് കാണുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷമൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. കൃത്യമായിട്ട് പറഞ്ഞാല് കഴിഞ്ഞ മെയ്യിലാണ് ഞങ്ങൾ എല്ലാവരും ഒന്ന് ഒത്തുകൂടിയത്. അതായത് കസിന്റെ മോളുടെ കല്യാണത്തിന്. അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇതിനു മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരതൊന്ന് പോയി കണ്ടു നോക്കിട്ട. എല്ലാരും കാസർഗോഡും കണ്ണൂരും അവിടെ ഇവിടെയൊക്കെ ആയി കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടിയിട്ട് വർഷത്തിൽ 1-2 തവണ മാത്രമേ പറ്റാറുള്ളൂ കേട്ടോ. പക്ഷെ എല്ലാരും കൂടി കൂടിയാല് അതൊരൊന്നൊന്നര രസം തന്നെയാണ്. കസിന്റെ മോളെ മാളു എന്നാണ് കേട്ടോ ഞങ്ങളെ വിളിക്കാറ്. അപ്പൊ മാളുവിന്റെ 7ാം മാസത്തെ ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. വളകാപ്പും കൂടി ഉണ്ട്. മാളുവിന്റെ കല്യാണാൽബം കേട്ടാ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നേ. പിന്നെ പറയണ്ടല്ലോ, കസിൻസ് എല്ലാരും കൂടി ഒന്നിച്ച് ആൽബം നോക്കുമ്പോഴുള്ള കമന്റ് അടി.
ഒരു 11 മണിയൊക്കെ കഴിയുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി മാളുവിൻ്റെ വീട്ടിലേക്ക് പോകണം. അതായത് മാളുവിനെ കല്യാണം കഴിച്ചുകൊണ്ടുപോയ വീട്ടിലേക്ക്. തൊട്ടടുത്ത് തന്നെയാണ് അവളുടെ വീടുള്ളത്. ഒരു ചെറിയ കുന്നിറങ്ങി കഴിഞ്ഞാൽ മാളുവിൻ്റെ വീടെത്തും. ഞങ്ങളുടെ അടുത്ത കുറച്ച് റിലേറ്റീവ്സ് മാത്രമേ ഇന്നത്തെ ഫംഗ്ഷനുള്ളൂ. ഞങ്ങളവിടെ എത്തിയ ഉടനെ തന്നെ അവിടുത്തെ ചടങ്ങുകൾ തുടങ്ങിയിട്ടാ. ഇതാണ് ഞങ്ങളുടെ മാളു. കോടി ഉടുപ്പിച്ചിട്ട് അവളെ അവിടെ ഇരുത്തോന്ന് ഭർത്താവിന്റെ അമ്മയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തൊക്കെ ഇത്തരത്തിലുള്ള ചടങ്ങുകളിൽ വിളമ്പാറുള്ള പ്രധാന പലഹാരം ഉണ്ണിയപ്പാണ് കേട്ടോ. ഞങ്ങള് കാര്യപ്പം എന്നാ പറയാറ്. വീട്ടിൽ നിന്നുണ്ടാക്കുന്ന കാര്യപ്പം ചുട്ടുടനെ തന്നെ ഒരു കലത്തിൽ വെച്ച് മൂടിക്കെട്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് ഗർഭിണിക്ക് കൊടുക്കേണ്ടതായതുകൊണ്ട് മറ്റാരുടെയും കൊതി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചുട്ടുടനെ തന്നെ അതൊരു കലത്തിൽ വെച്ച് മൂടിക്കെട്ടി വെക്കുന്നത്. ഇങ്ങനെയൊരു വിശ്വാസം ഞങ്ങളുടെ നാട്ടിലുണ്ട് കേട്ടോ. ആ പലഹാരം മാളു കഴിച്ചതിന് ശേഷം തൊട്ടടുത്ത് അവളുടെ മരുമകളെയാണ് ഇരുത്തിയിരിക്കുന്നത്. ഇനിയുള്ള ചടങ്ങുകള് ഇവർക്ക് രണ്ടുപേർക്കും കൂടിയിട്ടാണ് നടത്തുക. പിന്നീട് ഓരോരുത്തരായിട്ട് വന്ന് അരിയിട്ട് അവരെ അനുഗ്രഹിക്കും. തുടർന്ന് കലത്തുനിന്ന് 3 തവണ അപ്പം എടുത്തിട്ട് രണ്ടുപേരുടെയും ഇലകളിലേക്ക് വിളമ്പി കൊടുക്കും. അതിൻ്റെ അകത്തുനിന്ന് ഓരോ അപ്പങ്ങൾ എടുത്തിട്ട് അവർക്ക് വായിലും വെച്ച് കൊടുക്കും. ഓരോ നാട്ടിലും 7-ാം മാസത്തെ കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങ് ഓരോ വിധത്തിലായിരിക്കുമല്ലോ ഉണ്ടാവുക. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് കമന്റ് ചെയ്ത് പറയണം കേട്ടോ. അവിടുന്ന് ഉണ്ടാക്കിയ അപ്പം അവിടുത്തെ അമ്മയാണ് ആദ്യം വിളമ്പി കൊടുക്കുന്നത്. അതിനുശേഷം മാളുവിന്റെ അമ്മ ഞങ്ങൾ കൊണ്ടുപോയ അപ്പം വിളമ്പുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ചെക്കന്റെ വീട്ടുകാരും പെണ്ണിന്റെ വീട്ടുകാരും കാര്യപ്പം ചുട്ടു കൊണ്ടുപോകും. അത് ഓരോ വീട്ടുകാരും മാറി മാറി വിളമ്പി ഊട്ടിക്കൊടുക്കുന്നതാണ് ഇന്നത്തെ ചടങ്ങ്. പിന്നീട് ഓരോരുത്തരായിട്ട് വന്നിട്ട് ഈ ചടങ്ങുകൾ ആവർത്തിച്ചു കിട്ടും. 3 തവണ അപ്പം വിളമ്പി അരിയിട്ട് അനുഗ്രഹിച്ചു. അവർക്ക് അപ്പവും കൊടുത്തു. ഈ ചടങ്ങുകളെ പറ്റി അറിയാമെങ്കിലും അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ നന്നായി എൻജോയ് ചെയ്തിട്ടാണ് ഈ ചടങ്ങുകളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് മാളുവിനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു. പിന്നീട് അവക്ക് വിളമ്പിയ അപ്പങ്ങള് എല്ലാവർക്കും സെർവ് ചെയ്യാണ് ചെയ്യുന്നേ. അതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് മാളുവിന്റെ കയ്യിൽ തന്നെയാണ് കൊടുക്കുന്നത്. അവളാണ് കേട്ടോ എല്ലാവർക്കും അത് കൊടുത്തത്. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ചായ കുടിക്കാനിരുന്നു. പിന്നെ വളകാപ്പായിരുന്നു. തമിഴ്നാട്ടുകാരുടെ വളകാപ്പ് ഇപ്പൊ എല്ലാരും ചെയ്യുന്നുണ്ടല്ലോ. വളകാപ്പിന്റെ പ്രോപ്പർ വേ ഒന്നും ഞങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ മാളൂന് അങ്ങനെ ഒരു ചടങ്ങ് നടത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കൂടി അതങ്ങ് നടത്തി. ഈ ഒരു സമയത്ത് മാളൂന്റെ സന്തോഷമാണല്ലോ വലുത്. മാളുവിന്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ. ഇതാണ് കേട്ടോ ആള്.
ആളെ കൊണ്ട് തന്നെ ഞങ്ങള് വളകാപ്പിന് തുടക്കം കുറിപ്പിച്ചു. വളകാപ്പ് ഞങ്ങൾക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളുടെ ഫാമിലിയിൽ ഇതുവരെ വളകാപ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു ചടങ്ങ് ചെയ്തത്. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങള് മോൻ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും പറയാണ്ട് തന്നെ അവൻ പോയിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു. ഞങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷമായിട്ടോ അത് കണ്ടപ്പോ. ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ചില നിമിഷങ്ങൾ എപ്പോഴെങ്കിലൊക്കെ സംഭവിക്കുള്ളൂ. അതങ്ങ് നല്ല രീതിയിൽ ആഘോഷിക്കാം, അതല്ലേ വേണ്ടത്. കുട്ടികളും വലിയവരും എല്ലാരും ചേർന്ന് ഈ ഒരു ചടങ്ങ് കളറാക്കി. പിന്നീട് എല്ലാരും കൂടി ചേർന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തു. അതിനുശേഷമാണ് എല്ലാരും ഉച്ചഭക്ഷണം കഴിച്ചത്. നല്ല ബിരിയാണി ആയിരുന്നു ഉണ്ടായേ. ഞങ്ങള് മലബാറുകാർക്ക് പിന്നെ ബിരിയാണി വിട്ടൊരു കളിയില്ലല്ലോ. ഞങ്ങൾക്ക് ഈ ഇലയിട്ട സദ്യയൊന്നും അധികം ഫംഗ്ഷൻ ഉണ്ടാവില്ല. ഇനിയാണ് കൂട്ടിക്കൊണ്ടു പോകുന്നതിന്റെ ചടങ്ങുകളുള്ളത്. മാളുവിന്റെ ഭർത്താവിന്റെ വീട്ടുകാരൊക്കെ അവളെ അരിയിട്ട് അനുഗ്രഹിച്ചു. ഇനിയുള്ള ചടങ്ങുകൾ ഓരോ ഭാഗത്തും ഓരോ രീതിയിലാണ് കേട്ടോ ഉണ്ടാവുക. മലബാർ ഭാഗത്തൊക്കെ ഏകദേശം ഒരേ ചടങ്ങുകൾ തന്നെയാണ് കേട്ടോ ഉണ്ടാവുന്നത്. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാല് ആ തോർത്തുമുണ്ടിയിലേക്ക് മാളുവിന്റെ ഭർത്താവിന്റെ അമ്മ അരി ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നേ. ഈ അരി മുഴുവനായിട്ടും പല തവണകളായിട്ട് മാളുവിന് തന്നെ വെച്ചു കൊടുക്കണം. ഈ അരി ഒരു കിഴി പോലെ കെട്ടി അവള് വീട്ടിലേക്ക് കൊണ്ടുപോവുക ചെയ്യുക. പിന്നീട് അത് നിലത്തൊന്നും വെക്കാൻ പാടില്ല. അതൊരു അരിക്കലത്തിലോ അല്ലെങ്കിൽ ഉയർന്ന സ്ഥലത്തോ അങ്ങനെയൊക്കെയാണ് വെക്കേണ്ടത്. അതാണ് കേട്ടോ ഈ ഒരു ചടങ്ങ്. നമ്മള് സ്വന്തം വീട്ടിലേക്ക് ഡെലിവറിക്ക് പോകുന്നതാണെങ്കിലും ഈ ഒരു നിമിഷം ഭയങ്കര വികാരാതീതമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാല് അത് അനുഭവിച്ചറിഞ്ഞവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അച്ഛന്റെ അമ്മേന്റെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിയിട്ട് അവള് വീട്ടിൽ നിന്ന് ഇറങ്ങലായിട്ട. പിന്നീട് തിരിഞ്ഞു നോക്കാൻ പാടില്ല. അങ്ങനെയാണ് കേട്ടോ ചടങ്ങ്. ഇവിടുന്ന് പലഹാരങ്ങളും മാളുവിന് വേണ്ടി കൊടുത്തയക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പിന്നൊരു ഇൻട്രസ്റ്റിംഗ് ചടങ്ങുണ്ടായത് വെറ്റില അടക്കം ചവക്കുന്നുണ്ടായിരുന്നു മാളു. അത് ഞങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങളുടെ നാട്ടിലും ഇങ്ങനൊരു ചടങ്ങുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയണേ. അങ്ങനെ മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് ഞങ്ങളെല്ലാവരും അവിടുന്ന് ഇറങ്ങി. ഞങ്ങളെല്ലാവരും അങ്ങനെ മാളുവിന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടു. അവിടെ ഉണ്ടായതുപോലെ തന്നെ ചടങ്ങുകള് ഇവിടെയുണ്ട്. ഗുരുസി കലക്കി ഒഴിക്കുന്ന ചടങ്ങാണ് കേട്ടോ ഈ കാണുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ചടങ്ങ് ചെയ്യുന്നത്. മഞ്ഞളും നൂറും വെള്ളത്തിൽ കലക്കിയ കിട്ടുന്ന മിശ്രിതമാണ് കേട്ടോ ഗുരുസി. അത് 3 വട്ടം ഒഴിഞ്ഞ് കൊണ്ടുപോയി കമിഴ്ത്തി മറിച്ച് കളയുന്നു. ഇതോടുകൂടി ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നതാണ് കേട്ടോ ഒരു വിശ്വാസം. അതിനുശേഷം മാളുവിനെ അകത്തേക്ക് കയറ്റുന്നതാണ് കേട്ടോ. പിന്നീട് അരിയിട്ട് അനുഗ്രഹിക്കുന്ന ചടങ്ങുകളാണ് അകത്തുണ്ടായത്. എല്ലാവരും അരിയിട്ട് അനുഗ്രഹിച്ചതിന് ശേഷം മാളുവിന് മധുരം കൊടുക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. നല്ല പായസാണ് അവർക്ക് കൊടുത്തത്. ഇപ്പൊ സമയം വൈകുന്നേരമായിട്ടുണ്ട്. ഇതോടുകൂടി 7ാം മാസത്തെ കൂട്ടിക്കൊണ്ടുവരൽ ചടങ്ങ് എല്ലാം തീർന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് പായസമൊക്കെ കുടിച്ചിരുന്നു കേട്ടോ. പിന്നീട് അവിടെയും കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
ഞങ്ങൾക്ക് തിരിച്ചുള്ള ട്രെയിൻ 6:10 അപ്പൊ അതുവരെ വേറെ പണിയൊന്നുമില്ലല്ലോ. എല്ലാവരുമായിട്ട് വർത്താനവും പറഞ്ഞ് കളിയും ചിരിയൊക്കെ ആയിട്ട് ആ ഒരു സമയം നന്നായിട്ട് സ്പെൻഡ് ചെയ്തു. പിന്നീട് ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്ന് മാളുവിന്റെ കല്യാണ വീഡിയോ കാണലായിട്ട്. ഒന്ന് നോക്കിയട്ടെ. ഹലോ ഹലോ, അതാരും ഡാൻസ് ചെയ്ത്. അതാ കേറിയത്. അങ്ങനെ അടുത്ത തവണ എല്ലാരും കൂടി കാണാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. മാളുവിന്റെ അച്ഛനാണേ ഞങ്ങളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിട്ടത്. അവിടെയുള്ള പാലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി ഉത്സവം ഭയങ്കര ഫേമസ് ആണ്. അപ്പോ ഉത്സവത്തിന് വരണം എന്നുള്ളൊരു കരാറൊപ്പിട്ടിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. മാർച്ച് മാസത്തിലാണ് ഉത്സവം ഉണ്ടാവുക. പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും വരണം എന്നുണ്ട് കേട്ടോ. സ്റ്റേഷനടുത്തുള്ള ഒരു കൂൾ ബാർ കയറിയിട്ട് ഞങ്ങൾ ഓരോ ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് സ്റ്റേഷനിലേക്ക് നടന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എനിക്ക് ബോളി ഭയങ്കര ഇഷ്ടമാണെന്ന്. കാസർഗോഡ് നിന്ന് കിട്ടുമായിരുന്നു കേട്ടോ. ആ പോയ കൂൾ ബാറിന്റെ അടുത്തുള്ള ബേക്കറിയിൽ നിന്ന് ഞങ്ങൾ ഓരോ ബോളിയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. സ്റ്റേഷനിലെത്തി കുറച്ച് കഴിയുമ്പോഴേക്കും ട്രെയിനും വന്നിട്ടുണ്ടായിരുന്നു. കണ്ണൂർ വരെയുള്ള പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ട് കമ്പാർട്ട്മെന്റിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ മാത്രം അങ്ങനെ എൻജോയ് ചെയ്ത് യാത്ര ചെയ്തു. വരുന്ന വഴിക്ക് ബാക്കൽ ഫോർട്ടിനടുത്തുള്ള പള്ളിക്കര ബീച്ച് കാണാൻ പറ്റും കേട്ടോ. ട്രെയിനിൽ നിന്ന് നല്ല രസമുണ്ടായിരുന്നു സൺസെറ്റൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കണ്ണവരത്ത് തിരിച്ചെത്തി. ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ കുറച്ച് ലെങ്തിയാണെന്നറിയാം, എന്നാലും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.